ആലപ്പുഴ മാന്നാറിൽ വൃദ്ധ ദമ്പതികളെ വീട്ടിനുള്ളിൽ പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുറ്റം സമ്മതിച്ച കസ്റ്റഡിയിലുള്ള മകൻ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു എന്നാണ് മൊഴി. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ടു വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. സ്വത്ത് തർക്കമാണ് പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നു. ഇളയ മകൻ വിജയനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്ന് ചെറുമകൻ വിഷ്ണു പറയുന്നു. ആലപ്പുഴയിലാണ് ഇത്തരത്തിൽ അതീവ ദാരുണമായ സംഭവം ഉണ്ടായത്. സ്വന്തം മകൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ മാതാപിതാക്കൾ താമസിക്കുന്ന വീടിന് തീയിടുന്ന സാഹചര്യം ഉണ്ടായത്. ശേഷം ഇവരുടെ ഏറ്റവും ഇളയ മകളുടെ ഭർത്താവ് പ്രതികരിക്കുന്നതും രാവിലെ നമ്മൾ കണ്ടതാണ്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് ഇയാൾ നീങ്ങിയത് എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ രാവിലെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ ചെറുമകന്റെ പ്രതികരണത്തിലേക്ക്. ഞങ്ങളവിടെ വരുന്ന സമയത്ത് വീട് മൊത്തത്തിൽ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ പൂർണ്ണമായിട്ടും വീടപ്പോൾ കത്തിയിട്ടുണ്ടായിരുന്നു. മുകൾ ഭാഗം എല്ലാം കത്തി താഴെ വീണ്. മുറിയിൽ ആരും ഉണ്ടോ നമുക്ക് അറിയത്തില്ല. കറക്റ്റ് വിരിനകത്തുണ്ടോ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സുകാർ വന്നിട്ട് തീയെല്ലാം കിടത്തിയപ്പോഴത്തേക്ക് ഷീറ്റൊക്കെ മാറ്റി നോക്കിയപ്പോൾ അതിനടിയിൽ പകുതി വെന്തായിട്ട് കിടക്കായിരുന്നു. കിടക്കുന്നിടത്ത് തന്നെ ആ രീതിയിൽ എന്ന് വെച്ചാൽ ഞാനിവിടെ താമസിക്കാൻ വന്നാലും അവരെങ്ങനെയാണ് കിടന്നുറങ്ങുന്നത് അതുപോലെ തന്നെ കട്ടിലയിൽ കിടന്ന് അതുപോലെ തന്നെ മരിക്കായിരുന്നു. പിന്നൊരു സംശയം പോലെ തോന്നുകയാണെന്ന് വെച്ചാൽ കിടന്നിടത്ത് തന്നെ തീ പൊള്ളുന്ന സമയത്ത് കിടന്നിടത്ത് തന്നെ എങ്ങനെ ആളെങ്ങനെ കിടന്ന് മരിക്കുന്നതെന്നൊരു സംശയമുണ്ട്. പുള്ളി എന്തെങ്കിലും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താണോ എന്നും അറിയത്തില്ല. വിജയനെ തന്നെയാണ് സംശയം. കാരണം പുള്ളിക്കാരനോട് പലതവണയായിട്ട് അവരെ കൊല്ലും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ അങ്ങനെ അധികം ഈ കേസ് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചില അന്നത്തെ ഒരു പ്രശ്നം കാരണം അധികം ഇങ്ങോട്ട് വരാറില്ല. അതിന് ശേഷം മാറി താമസിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കെന്നാലും ഓക്കെ ആണോ അറിയാൻ വേണ്ടി ഒന്ന് വരാറുണ്ട്. ഇവിടെ ഞാനേ വരാറുള്ളൂ, അനിയനും ഞാനും വരാറുള്ളൂ. അപ്പം പലതവണയായിട്ട് ഇവരൊക്കെ ഇങ്ങനെ അയൽത്തവരും പറയുന്നുണ്ട് രാത്രിയിൽ ഇവിടെ ഒച്ചയും ബഹളമൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഈ ഒരു കുറച്ച് ഇടയായിട്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണത്തിലേക്ക്. ഭാഗമായിട്ട് ഇൻക്വസ്റ്റ്, അതിനുശേഷം പോസ്റ്റ്മോർട്ടം. അതിനകത്ത് മാത്രമേ ഇത് അങ്ങനെയുള്ള ഈ പറയുന്ന മരണം ഇങ്ങനെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇനി കത്തിച്ചതാണോ, അത് ഷോർട്ട് സർക്യൂട്ടാണോ, എന്തുപയോഗിച്ച് കത്തിച്ചു, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സീനിൽ പോകണം. അവിടെ വെച്ച് ഈ പറയുന്ന ഫോറൻസിക്കിന്റെയും ഫിംഗർ പ്രിന്റിന്റെയും ഡോഗ് സ്ക്വാഡിന്റെ എല്ലാ സഹായത്തോടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉറപ്പിക്കാൻ കഴിയുള്ളൂ. മകൻ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെ അയാളെ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ. ദേവൻ എം പി ഉണ്ട് വിശദാംശങ്ങളുമായി. ദേവൻ, രാവിലെ ഇപ്പോൾ ദേവനോട് നമുക്കറിയാം എന്നതുപോലെ ദേവനോട് തന്നെയാണ് ഈ ഏറ്റവും ഇളയ മകളുടെ ഭർത്താവ് പ്രതികരിച്ചത്. ഇയാൾ ഇത്തരത്തിലൊരു പ്രശ്നക്കാരനാണ്. ഇയാൾ സ്വത്ത് തർക്കമുണ്ടായിരുന്നു വീടുമായി ബന്ധപ്പെട്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇയാൾ ഇത്തരത്തിൽ ചെയ്തത് എന്നൊക്കെ അയാൾ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മകൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളതടക്കം എന്തെങ്കിലും കാര്യങ്ങളിൽ വ്യക്തത വന്നോ? അതിര കസ്റ്റഡിയിലുള്ള മകൻ വിജയനെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസുമായി ഈ ഒരു ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായും വിജയൻ സഹകരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തിനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു വീടിന് തീ വെച്ചിട്ട് നടക്കമുള്ള ചോദ്യങ്ങൾ പോലീസ് പ്രതിയോട് അല്ലെങ്കിൽ വിജയനോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും കൃത്യമായ ഒരു മറുപടി ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നില്ല. ഏതായാലും ഈ മകൻ പ്രതിയായിട്ടുള്ള മകൻ വിജയൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് വീടിന് തീയിട്ടത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പെട്രോൾ ഒഴിച്ചുകൊണ്ടാണ് വീടിന് തീയിട്ടതെന്നും പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് ഇനിയിപ്പോൾ പോലീസിന് കൃത്യമായ ഒരു മറുപടി ലഭിക്കേണ്ടത്. എന്നാൽ ബന്ധുക്കളുടെ അടക്കം പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സ്വത്ത് തർക്കം ഈ മാതാപിതാക്കളുമായി നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ 5 മക്കളായിരുന്നു രാഘവനും ഭാരതിക്കും ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ 3 പേർ മരിച്ചിരുന്നു. 2 പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അതിൽ 3ാമത്തെ മകനാണ് ഈ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിജയൻ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളായി തന്നെ ഈ സ്വത്ത് വീതം വെക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. വളരെ നാളുകളായി വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരുന്ന ഒരാളായിരുന്നു വിജയൻ. ഒരു 5 മാസം മുൻപ് മാത്രമാണ് വിജയൻ ഈ വീട്ടിലേക്ക് താമസത്തിനായി എത്തിയിരുന്നത്. അന്നും ഈ പറയുന്നത് പോലെ ഈ നമ്മളോട് രാവിലെ പ്രതികരിച്ച ഇളയ മകളുടെ ഭർത്താവും മകനുമായിരുന്നു ആ വീട്ടിൽ അന്ന് താമസിച്ചിരുന്നത്. എന്നാൽ അവർക്കെതിരെ ഒരു പരാതി പോലീസിൽ കൊടുത്തുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്നടക്കമുള്ള ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി കൊടുത്തുകൊണ്ട് പോലീസിൽ സമീപിക്കുകയും തുടർന്ന് വിജയനെ പോലീസ് ഈ രക്ഷിതാക്കളുടെ ഒപ്പം നിർത്തുകയുമായിരുന്നു. എന്നാൽ
അതിനുശേഷം ഈ 5 മാസക്കാലത്തോളം ഈ കൊച്ചുമകനടക്കം നമ്മളോട് പ്രതികരിച്ചില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മകൻ രക്ഷിതാക്കളെ കൃത്യമായി നോക്കിയിരുന്നില്ല, അവർക്കുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കി നൽകിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ കൊച്ചുമകനടക്കം വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ ആരോഗ്യനില പൂർണ്ണമായും ശോഷിച്ച രീതിയിലെല്ലാം കണ്ടിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈ സംശയത്തിലേക്കെല്ലാം നീളുന്നത്. ഒപ്പം തന്നെ പരിസരവാസികളുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഈ ഒരു വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സ്വത്ത് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ വഴക്കൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം മുൻപേ ഉണ്ടായ ആ ഒരു വാക്ക് തർക്കത്തിൽ ശാരീരികമായി പോലും ഈ അന്തരിച്ച രാഘവന് നേരെ ആക്രമണം ഉണ്ടായി. 92 വയസ്സാണ് ഈ രാഘവന് ഉള്ളത്. ഇയാൾക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സ്വത്തിന്റെ പേരിൽ ഒരു ശാരീരികമായ ഒരു ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. തുടർന്ന് അദ്ദേഹത്തെ പരിക്കേറ്റ് ആൾ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അവിടുന്ന് പോലീസിൽ വിവരമറിച്ചതിനെ തുടർന്ന് അന്ന് പോലീസ് സ്ഥലത്തെത്തുകയും ഈ വിജയനോട് കാര്യങ്ങളെല്ലാം തിരക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്നത്തെ ദിവസം മാന്നാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഹാജരാകാൻ ഇരിക്കെയാണ് ഇന്ന് പുലർച്ചെ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ രാവിലെ 3 മണിയോടുകൂടെ തന്നെ ഈ സമീപത്തുള്ള വീട്ടിലെ ആൾക്കാർ ഈ ഒരു തീ ഉയർന്നത് കണ്ട്, തീയും പുകയും എല്ലാം ഉയർന്നത് കണ്ട് ചെന്ന് നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ രക്ഷിതാക്കളെ, ഈ മാതാപിതാക്കളെ, ഈ ദമ്പതികളെ അവിടെ കാണുന്നില്ലായിരുന്നു. ഒരുപക്ഷെ ആദ്യം അവർ കരുതിയിരുന്നത് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ അവർ പുറത്തേക്ക് വല്ലതും മാറിപ്പോയിട്ടുണ്ടായിരിക്കാം എന്നുള്ള ധാരണയിലായിരുന്നു ആദ്യം വരുന്നത്. അപ്പോൾ തന്നെ അടുത്തുള്ള ആളുകൾ അവർക്ക് കഴിയാവുന്ന വിധം ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂറിൽ തന്നെ ഫയർഫോഴ്സും പോലീസും സംഘവും എല്ലാം സ്ഥലത്തെത്തി തീ പൂർണ്ണമായും കെടുത്തിയ ശേഷമാണ് മൃതദേഹം പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിൽ അവിടെ കണ്ടത്. എങ്ങനെയായിരുന്നു അവിടെ കിടന്നിരുന്നത് അതേ രീതിയിൽ തന്നെ ആയിരുന്നു മൃതദേഹം അവിടെ കിടന്നിരുന്നതെന്നാണ് കൊച്ചുമകനടക്കം നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും ഒരു സംശയം ഉന്നയിക്കുന്നത്. ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് വീടിന് തീ പിടിച്ചത് എന്നുള്ളൊരു സംശയത്തിലേക്കാണ് നീങ്ങുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഈ കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ ഒരു ശരീരത്തിന് പൊള്ളലേക്കുമ്പോൾ നമ്മൾ അവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായി നമ്മൾ നടത്തേണ്ടതാണ്. എന്നാൽ എന്തായാലും ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച വൃദ്ധ ദമ്പതികൾ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് മകൻ ഈ ഘട്ടത്തിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ആ തീയിട്ടത് താനാണെന്ന് മകൻ സമ്മതിച്ചു. പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത് എന്നൊക്കെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP ആലപ്പുഴയിൽ നിന്ന്.